ഹേ ഗായ്സ്, നമ്മളിപ്പോൾ നമ്മുടെ ഭാരതപ്പുഴ ഫുള്ളായിട്ട് നിറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം നമ്മളത് നോക്കാൻ വേണ്ടി പോവാണ് ഞാൻ ആരും കൂടി. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഭാരതപ്പുഴ. ഈ ഭാരതപ്പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി, ഈ വെള്ളത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ആൾക്കാരോട് കൂടി നിൽക്കുന്നത്. ഹേ ഗായ്സ്, നമ്മളിപ്പോൾ വന്ന് നമ്മുടെ ഭാരതപ്പുഴ കാണാനുണ്ടോ. ഭാരതപ്പുഴ ഫുള്ള് ഫുള്ള് നിറഞ്ഞ് ഒഴുകാണ്. കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോ. നോക്കിയത് പാടമാണ് കേട്ടോ. പാടമൊക്കെ ഫുള്ള് പുഴ പോലെ ആയിട്ടുണ്ട്. അപ്പുറത്തെ ചേട്ടന്മാരുടെ മീനൊക്കെ പിടിക്കുന്നുണ്ട്. എന്തായാലും ഭാരതപ്പുഴ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ നടക്കുന്നത് നമ്മുടെ പുഴയിലോട്ടാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ആൾക്കാരൊക്കെ അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: വെള്ളത്തിനോടും തീനോടും കളിക്കരുത്. നമ്മുടെ പഴമക്കാർ പണ്ട് പറയാറുള്ള പോലെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പിള്ളേരൊക്കെ, ചെറിയ ചെറിയ പിള്ളേരൊക്കെയാണ് വന്നിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. പെട്ടെന്ന് വെള്ളം കൂടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഭയങ്കര സീനാവും, ഡേഞ്ചറാവും. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലാവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മൾ ന്യൂസും കാര്യങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. ഭയങ്കര പ്രശ്നങ്ങളാണ് എല്ലാവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സേഫായിട്ടിരിക്കാൻ നോക്കുക. ഈ പുഴ എന്ന് വെച്ച് കഴിഞ്ഞാലേ എല്ലാ കൊല്ലവും മുങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾക്കത് അത്ര അത്ഭുതമല്ല. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ബുദ്ധിമുട്ടിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇനിയിപ്പോൾ ഈ പാലം യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഇനി അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 7-8 കിലോമീറ്ററോളം ചുറ്റിയിട്ട് വേണം പോകണമെങ്കിൽ. ഗായ്സ്, അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കണ്ടില്ല, ഇതാണ് നമ്മുടെ ഇവിടെ വലിയ കുഴപ്പമില്ലാത്തൊരു ഏരിയ ആയിട്ട് പോലും ഇവിടുത്തെ അവസ്ഥയൊക്കെ ഇങ്ങനെയാണ്. ആൾക്കാർ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾക്ക് ഇനിയിപ്പോൾ വേറെ വഴി കൂടെയൊക്കെ പോകണം. ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെങ്കിൽ പറളിയൊക്കെ എത്തണമെങ്കിൽ അത്രയ്ക്ക് വെള്ളമാണ്. നമുക്ക് അത് കടത്തി വിടില്ല. ഫുള്ള് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തു. അതേപോലെ എല്ലാവരുടെയും ഭയങ്കര സീനും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക.